എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് റേഷൻ കാർഡ് ഉള്ളവരെല്ലാം തന്നെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം. 2026 ജനുവരി മാസം മുതലാണ് പൊതുവിഭാഗത്തിൽപ്പെട്ട നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ആട്ടയുടെ വിതരണം പുനഃസ്ഥാപിച്ചത്. ഓരോ താലൂക്കിലെയും ലഭ്യത അനുസരിച്ച് 1 കിലോ മുതൽ 2 കിലോ വരെ ആട്ട ജനുവരി മാസം നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കുമെന്നാണ് ഭക്ഷ്യവകുപ്പ് ഈ ഒരു മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ അറിയിച്ചിരുന്നത്. കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ കാർഡിന്റെ ഉടമകളുടെ ഫോണിലേക്കും ആട്ട ലഭിക്കുമെന്ന വിവരം SMS സന്ദേശമായിട്ടും അയച്ചിരുന്നു. എന്നാൽ ഭക്ഷ്യവകുപ്പിന്റെ അറിയിപ്പ് കണ്ട് മാസത്തിന്റെ ആദ്യ ആഴ്ചകളിൽ എത്തിയിട്ടുള്ളവർ ആട്ട കിട്ടാതെ തിരിച്ചു പോകുന്ന സാഹചര്യമാണ് റേഷൻ കടകളിൽ ഉണ്ടായിരുന്നത്. സ്റ്റോക്ക് എത്തിക്കുന്നതിൽ ഭക്ഷ്യവകുപ്പിന് വീഴ്ച ഉണ്ടായതായിട്ടാണ് റേഷൻ കടകളിൽ ആട്ട തേടിയെത്തുന്നവർ വെറും കൈയോടെ മടങ്ങുന്ന സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. മില്ലുകളിൽ നിന്ന് ആട്ട പാക്കറ്റുകൾ ഗോഡൌണുകളിലേക്ക് പോലും എത്തിക്കുവാനും തുടക്കത്തിൽ കഴിഞ്ഞിരുന്നില്ല. മഞ്ഞ കാർഡുകാരുടെ ആട്ടയ്ക്ക് 7 രൂപയും പിങ്ക് കാർഡുകാരുടെ ആട്ടയ്ക്ക് 9 രൂപ നിരക്കുമാണ് ഈടാക്കിയിരുന്നത്. നീല വെള്ള NBI കാർഡുകാരുടെ ആട്ടയ്ക്ക് 17 രൂപയുമാണ് നിരക്കുണ്ടായിരുന്നത്. നിലവിലെ എല്ലാ ജില്ലകളിലും ലക്ഷക്കണക്കിന് നീല വെള്ള റേഷൻ കാർഡുകാർ ഇതിനോടകം തന്നെ ജനുവരിയിലെ റേഷൻ വാങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് ആട്ടയുടെ സ്റ്റോക്ക് എത്തിയാൽ ഇവർ വീണ്ടും അത് വാങ്ങുവാനായിട്ട് റേഷൻ കടകളിൽ എത്തേണ്ടി വരുന്നതാണ്. അതേസമയം ആട്ട എത്തിത്തുടങ്ങി എന്നാണ് ചില ജില്ലാ സപ്ലൈ ഓഫീസുമായി ബന്ധപ്പെടുത്തി ഇപ്പോൾ അറിയുവാനായിട്ട് സാധിക്കുന്നത്. ഇന്നലെയും ഇന്നുമൊക്കെ റേഷൻ വാങ്ങിയ നീല വെള്ള കാർഡുകാർക്ക് ആട്ട ലഭിച്ചോ എന്ന കാര്യം കമൻ്റായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. മറ്റൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് സംസ്ഥാനത്ത് നിലവിലെ റേഷൻ കാർഡ് ഇല്ലാത്തവരും നീല വെള്ള റേഷൻ കാർഡൊക്കെ ഉള്ളവരുമായിരുന്ന 7000 പേർക്ക് കൂടി ഈ ഒരു ജനുവരി മാസത്തിൽ അന്ത്യോദയ അന്നയോജയ AOE മഞ്ഞ റേഷൻ കാർഡുകാരുടെ വിതരണം നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ജനുവരി മാസം 7-ാം തീയതി മുതൽ ഇതിന്റെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കഴിഞ്ഞ മാസങ്ങളിൽ നീല വെള്ള റേഷൻ കാർഡുകളിൽ നിന്ന് മുൻഗണനാ റേഷൻ കാർഡായിട്ടുള്ള പിങ്ക് PH വിഭാഗ റേഷൻ കാർഡിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചിരുന്നു. ആ അപേക്ഷകളിൽ നിന്ന് അർഹരായിട്ടുള്ള 39,000 പേർക്ക് പിങ്ക് റേഷൻ കാർഡിന്റെ വിതരണം ഇന്നലെ മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. 39,000 നീല വെള്ള റേഷൻ കാർഡുകാർക്ക് കൂടി ഇനി മുതൽ കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ അരിയും ഗോതമ്പും അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. ഇങ്ങനെ 2026 നീല വെള്ള റേഷൻ കാർഡുകാരിൽ നിന്ന് പിങ്ക് റേഷൻ കാർഡ് ലഭിച്ച 39,000 കുടുംബങ്ങളിലെ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള മറ്റ് ക്ഷേമ പെൻഷനുകളോ സർക്കാർ ജോലിയോ ഒന്നുമില്ലാത്ത സ്ത്രീകൾക്ക് സംസ്ഥാന സർക്കാർ പുതുതായിട്ട് പ്രഖ്യാപിച്ച മാസം 1000 രൂപ വീതം ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിനും അർഹത ലഭിക്കുന്നതാണ്. ജനുവരി മാസത്തിൽ നീല വെള്ള റേഷൻ കാർഡുകാർക്ക് പ്രധാനമായിട്ടും അരി വിഹിതം വളരെ കുറവാണ്. നീല വെള്ള കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി മാത്രമാണ് ലഭിക്കുന്നത്. വെള്ള റേഷൻ കാർഡിൽ ആകെ ലഭിക്കുന്നത് 2 കിലോ അരി മാത്രമാണ്. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് 20 കിലോ അരി കിലോയ്ക്ക് 25 രൂപ നിരക്കിൽ എല്ലാ റേഷൻ കാർഡിനും ലഭിക്കുന്നതാണ്. പുഴുക്കലി അരിയോ പച്ചരിയോ ലഭിക്കുന്ന റേഷൻ കടകളിൽ നിന്ന് ലഭിക്കുന്ന അരി തന്നെയാണ് ഇവിടെയും ലഭിക്കുന്നത്. കൂടാതെ കുറുവ, മട്ട അരി, ജയ അരി തുടങ്ങിയ അരിയും 8 കിലോ ഓരോ മാസവും റേഷൻ കാർഡുകാർക്ക് സപ്ലൈകോയിൽ നിന്ന് 13 ഇനം സബ്സിഡി പലവ്യഞ്ജന സാധനങ്ങളും ലഭിക്കുന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.